വാഗമൺ മൊട്ടക്കുന്നിലെ കയ്യേറ്റ പ്രദേശത്ത് റവന്യൂ സംഘത്തിന്റെ പരിശോധന. പീരുമേട് തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് പരിശോധന. 2012 റവന്യൂ വകുപ്പ് ഒഴിമിച്ച സ്ഥലം വീണ്ടും കയ്യേറുകയായിരുന്നു. കയ്യേറ്റക്കാർ മൊട്ടക്കുന്നിൽ ഷെഡുകൾ പണിയുകയും റോഡ് നിർമ്മിക്കുകയും ചെയ്തു. സുബിൻ തോമസ് ആണ് വാഗമണിൽ നിന്നും ചേരുന്നത്. സുബിൻ, ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ, അതോ മുൻപൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ ഒരു പ്രഹസനമായിട്ട് ഈ ഒരു നീക്കവും മാറുമോ? എന്താണ് സാഹചര്യം? നിലവിലിപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പീരുമേട്ടിൽ നിന്നുള്ള തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തിയത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ്, ഈ മൊട്ടക്കുന്നാണ്. ഈ മൊട്ടക്കുന്ന് പൂർണ്ണമായും കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. ഏകദേശം 10 ഏക്കറിലധികം സ്ഥലം ഈ കയ്യേറ്റക്കാർ ഇവിടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തകൾ നമ്മൾ നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത, ഇവിടുത്തെ കയ്യേറ്റം സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഈ പരിശോധന നടക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ ഇടപെടലും ഇത് ഈ ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിന് 2001 പട്ടയം നൽകിയിട്ടുണ്ട്. അത് ഈ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ, ഏത് വിധേനയാണ് ഈ മൊട്ടക്കുന്നിന് പട്ടയം നൽകിയതെന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാകൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ട നടപടികൾ അടിയന്തരമായി തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് റവന്യൂ സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് 2012 ഈ സ്ഥലത്ത് കയ്യേറ്റം നടത്തുകയും ഈ സ്ഥലം സർക്കാർ തിരിച്ചു പിടിച്ച് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വാഗമണിലെ വിൻഡോസസ് പദ്ധതിക്ക് ശേഷം ഈ ഉള്ള ഭൂമിയാണ്. ഈ ഭൂമി KLD ബോർഡിനും അതോടൊപ്പം തന്നെ വനം വകുപ്പിനും ടൂറിസം വകുപ്പിനും കൈമാറാൻ ആദ്യഘട്ടത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയതോടുകൂടിയാണ്, അല്ലെങ്കിൽ അതിൽ അളന്ന് തിട്ടപ്പെടുത്തി നൽകാനുള്ള കാലതാമസം വന്നതോടുകൂടിയാണ് ഇത് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ കയ്യേറ്റക്കാർക്കും വളം വെക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. എന്തായാലും പ്രാഥമിക പരിശോധന നടത്തി. സുബിൻ, വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി അവിടെ ഉണ്ടാകുന്നു. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. വാഗമണ്ണിൽ പരിശോധന നടക്കുകയാണ്. പീരുമേട് തഹസീൽദാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നടക്കുന്നത്. വാഗമണ്ണിൽ നിന്നും സുബിൻ തോമസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.